ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അമ്മ ഭയങ്കര കാറ്റുണ്ട്. ഉമ്മ പറന്നു പോകാൻ വഴിയുണ്ട് കേട്ടോ. അതെ, നല്ല കാറ്റാ. അപ്പൊ ഒരു വഴുതനങ്ങയും കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കും. ഒരു വഴുതനങ്ങയല്ലല്ലോ, കുറച്ചുണ്ടല്ലോ. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ വഴുതനങ്ങ ഏത് വഴുതനങ്ങയാണെങ്കിലും ആവും കേട്ടോ. ഇനിയിപ്പോ ചെറിയ ചെറിയ വഴുതനങ്ങ കിട്ടുകയാണെങ്കിൽ അതും ആവാം, എല്ലാം ആവും. അത് നല്ലതാ, കണ്ടില്ലേ? ഇങ്ങനെ കുറച്ചിങ്ങനെ 4 ഇതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല എന്ന് പറഞ്ഞാൽ മുളക്, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പുളി, കുറച്ച്, ഒരുപാടല്ല, ഒരു ചെറിയ പുളിപ്പ്. കുറച്ച് പുളി എന്ന് പറഞ്ഞാൽ എത്ര പുളിയാണ്? ഒരു ഇത്ര ചെറിയൊരു പുളിപ്പ്. അങ്ങനെ എല്ലാം അരച്ചിട്ട് ഇത് പുരട്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ വേണ്ട സാധനം വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി, കറിവേപ്പില, പിന്നെ കുറച്ച് ജീരകം. ഇത് ജീരകമാണ്. അപ്പോൾ നമുക്ക് എണ്ണ വെക്കാം. എണ്ണ ഒഴിച്ചു. ഇത് അമ്മയ്ക്ക് ഒഴിച്ചാൽ മതി. നമ്മുടെ എന്തായാലും രണ്ടുപേരും കൂടിയിട്ടൊക്കെ എണ്ണ വെക്കാൻ. ഞാൻ നീ ഒഴിക്കണ്ട കേട്ടോ. എണ്ണ ചൂടാവട്ടെ. വെരി സിമ്പിൾ ആൻഡ് ഈസി കുക്കിംഗ് ആയിരിക്കും അല്ലേ? ആയിരിക്കണം, ആവണം, ആവും. അല്ല, അമ്മയുടെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ആർക്കും എപ്പോഴും ഒന്നിനും ഒരു കാര്യത്തിനും സമയമില്ല, ശരിയാണോ? എന്നാൽ അവനവൻ്റെ ഒരു ആവശ്യം വന്ന ലോകത്ത് എല്ലാത്തിനും സമയം ഉണ്ടാവും, ശരിയാണോ അല്ലേ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം. അമ്മയ്ക്ക് ഒരു അത്യാവശ്യമായിട്ട് അമ്മയ്ക്ക് വേണ്ടൊരു സംഭവം, എന്തോ ഒരു കാര്യം അമ്മയ്ക്ക് നടക്കാനുണ്ട്, അല്ലെങ്കിൽ നടക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാവും. എന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ 5 പൈസയുടെ സമയം നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഞാൻ പറയാമ്മ, നമുക്ക് ലെവലേശം സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ചുമ്മാ വെറും പറച്ചിൽ മാത്രമാണ്. സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരാൾക്ക് സമയം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സമയമില്ല എന്ന് പറയുന്ന അത്ര തിരക്ക് ആർക്കും ഉണ്ടാവില്ല. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അമ്മ കുളിക്കാണ്ടിരിക്കുമോ? അമ്മ കഴിക്കാണ്ടിരിക്കുമോ? അമ്മ ഉറങ്ങാണ്ടിരിക്കുമോ? ഇതിനൊക്കെ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തിനേനൊക്കെ സമയം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇത്തിരി സമയം ഉണ്ടാവും. എന്നിട്ടും ആൾക്കാർ പറയും എനിക്ക് സമയമില്ല, എനിക്ക് സംസാരിക്കാൻ സമയമില്ല, എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സമയമില്ല, നിങ്ങളെ വിളിക്കാൻ സമയമില്ല, നിങ്ങളെ കാണാൻ സമയമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സമയമില്ല എന്ന ആ വാക്കിന് ഒരു അർത്ഥമില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ വേണ്ടി വന്നതെന്ന് ആലോചിക്കുക അമ്മയ്ക്ക്. ഈ വഴുതനങ്ങയല്ലേ നേരത്തെ അമ്മ മസാല തേച്ച് വെച്ചിട്ടുണ്ടാത്തത്? അപ്പോൾ ഇതന്നെയല്ലേ അമ്മ ഇടാൻ പറ്റുക? ഇത് വേറെ വഴുതനങ്ങ കൊണ്ടുവന്ന് അതിലിടാൻ പറ്റുമോ? അപ്പം ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിലിടാൻ പോവാണ്, അങ്ങനെയല്ലേ പറയേണ്ടത്? ആയിക്കോട്ടെ. അപ്പോൾ ഇതിന് ഉപ്പൊക്കെ ഞാൻ പൊട്ടി വെച്ചതാണ്. അതുകൊണ്ട് ഇതിലിപ്പോൾ തൽക്കാലം ഉപ്പിടണ്ട, നമുക്ക് നോക്കിയിട്ടിടാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ അപ്പിടാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഒന്നായതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നൊരു കാര്യം ഇതിൽ പറയാണ്ട് കേട്ടോ. ലോകം മുഴുവൻ തട്ടിപ്പും തരികടിയും കൊണ്ട് നിറഞ്ഞ കാരണം കൊണ്ട് ഇപ്പോൾ വഴിയോരത്ത് ഒരാൾ നമ്മുടെ ചുണ്ടിലെന്തായില്ല, ഈ ഭാഗത്ത് ചുണ്ടിലെന്തോ അമ്മ ഞാൻ അറിയാണ്ട് കഴിച്ചു. ഇങ്ങോട്ട് വരും. അപ്പോൾ അത് പോയി. എന്തായിരുന്നു അമ്മ കഴിച്ചിട്ടുണ്ടാകത്തത്? എന്തോ ബിസ്ക്കറ്റിന്റെ പൊടി പോലെയാണല്ലോ കണ്ടത്. ആഹാ, അപ്പൊ ആ ദോശയുടെ പൊടിയാണ് അവിടെ കിടക്കേണ്ടത്. അല്ല, എന്താ ഉണ്ടായിരുന്നോ? അത് അവര് കണ്ടിട്ട് പറയോ? അവര് കണ്ടിട്ടുണ്ടാവും. അത് തിന്നതോ? ഇപ്പൊ നോക്കമ്മ, വഴിയോരത്തൊരാള് തൻ്റെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ട് പോയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ തട്ടിപ്പും തരികിടയൊക്കെ ആയതുകൊണ്ട് ഒരാൾ ഏതോ നാട്ടിൽ വന്ന് പെട്ടിട്ട് ഒരു നല്ലൊരു വ്യക്തി അങ്ങോട്ട് പോയിട്ട് നാട് മുഴുവൻ ചോദിക്കുകയാണ്, ബസ് ചാർജിന് പൈസ തരാം, എൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ തരാം, നിങ്ങളുടെ കാശ് തരുമോ? ഒരു മനുഷ്യന് ഇപ്പോൾ കൊടുക്കില്ല. കാരണം എന്താ അറിയോ? ഈ പേരും പറഞ്ഞ് പറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അനുഭവമുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളെന്നെ പറ്റിച്ചിട്ട് നമ്മളെ മുമ്പത്തെ നിൽക്കുന്നുണ്ടാകുന്നുണ്ട് വൈകുന്നേരം വരെ, അതൊക്കെ അറിയാം. അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്
ഇപ്പം നമുക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. ഒരു വയസ്സായ 2 പേര് കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൈസ മേടിച്ച് പിന്നെ നോക്കുമ്പോൾ അയാളുടെ പിറ്റേ ദിവസം വേറെ സ്ഥലത്ത് നിൽക്കണം, അതിൻ്റെ പിറ്റേ ദിവസം വേറെ സ്ഥലത്ത് നിൽക്കണം. ഏത് സ്ഥലത്ത് പോയി അവിടെയൊക്കെ അവരുണ്ടെന്ന് മനസ്സിലായി തട്ടിപ്പാടാണ്. അതുകൊണ്ട് ഒരാളും ഒരാളെയും സഹായിക്കില്ല അല്ലേ. പോരാത്തതിന് ഈ മൊബൈലൊക്കെ ഉള്ള കാലഘട്ടത്തോ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മൊബൈലില്ലേ, വിളിച്ചാൽ നിങ്ങളുടെ ആൾക്കാർ വരില്ലേ, ഒന്ന് വിളിച്ചു നോക്കുമോ, ഒരു ഗൂഗിൾ പേ ചെയ്യുമെന്ന് പറയുന്ന സ്ഥിതിക്ക് ഒരു മനുഷ്യനും സഹായിക്കില്ല. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ചില ആൾക്കാർക്ക് കുറേ ബന്ധുക്കൾ ഉണ്ടെന്ന് ഉണ്ടാവുള്ളൂ, 5 പൈസയുടെ ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ മൊബൈലും ഉണ്ടാവും, ഗൂഗിൾ പേ ഉണ്ടാവും. ആ പൈസ എങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു പോയി മനുഷ്യന്മാരോട്. അതേപോലെ തന്നെ ഒന്നിനും ആരുടെ സങ്കടത്തിനും ഒന്നിനും ഏതിനും സമയമില്ല. ശരിക്കും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഞാൻ ഇടയ്ക്ക് സങ്കടപ്പെട്ടില്ലേ, എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടമില്ലാണ്ട് അമ്മ എനിക്ക് വേണ്ടി സമയം നൽകിയില്ലേ അമ്മ. ഒരു ഉപ്മാവ് ഉണ്ടാക്കിയില്ലേ ഇന്നലെ, എന്നിട്ട് എനിക്കത് ഇഷ്ടമില്ലാണ്ട് ഞാൻ കഴിച്ചില്ലല്ലോ. ഈ തക്കാളി കൂടി ഇട്ട് വെച്ചിട്ട് നിറച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഉള്ളത് കഴിച്ചാൽ മതി, പറ്റുന്നത് കഴിക്കാൻ മതി എന്ന് പറഞ്ഞതിൻ്റെ പകരം അമ്മ എന്താ പറഞ്ഞ? അതിൻ്റെ പകരം അമ്മ എന്താ പറഞ്ഞ? മര്യാദയ്ക്ക് കഴിക്കണം, ഉപ്മാവൊക്കെ മനുഷ്യന്മാർ കഴിക്കണം, കഴിച്ചോ നീ വിളമ്പേത് അങ്ങോട്ട് പറഞ്ഞു. അല്ല, അപ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണില്ല. അതാണ് ഇപ്പം ഞാൻ ഉപ്മാവിൻ്റെ ഉപമ പറഞ്ഞതാണ്, ഉപ്മാവ് എന്ന് പറഞ്ഞതാണ്. പക്ഷെ ജീവിതം അങ്ങനെയാണ്. ആർക്കും മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാവുന്നില്ല. എന്നാൽ ഒരു കാര്യം കേട്ടോ, അത് ശ്രദ്ധിക്കണം നമ്മൾ. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുള്ള മലയാളികളൊക്കെ ഇവിടെ ഒരുമിച്ച് അങ്ങോട്ട് സഹായിക്കും. നടു റോട്ടിൽ ഒരാളെ ചാവം കടിക്കാൻ വന്ന ഒരു മനുഷ്യനും അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അയൽപ്പക്കത്തൊരു വീട്ടുകാർ ഭക്ഷണം എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും തിരിച്ചു നോക്കില്ല. എന്താണാവോ 2 ടൈപ്പ് ചിന്തകൾ അല്ലേ. ആ ചിന്തകളൊക്കെ ഈ അമ്പുജാഫമ മാറ്റാൻ പോവുകയാണ് വന്നിട്ട് അല്ലമ്മ. പിന്നെ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് തന്നെ എന്നെ മാറ്റാൻ സാധിച്ചില്ല, പിന്നല്ലേ ഞാൻ ഈ ചിന്തകളെ മാറ്റാൻ പോണത് അല്ലമ്മ. ആരും അമ്മ പറയുക അല്ല. ഞാൻ പറയുന്നതല്ല, ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഇപ്പൊ ഏതാണ്ട് ആൾക്കാർ ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റി കിടക്കുന്നത് കണ്ടാൽ മിക്ക ആൾക്കാരും അത് ശ്രദ്ധിക്കാണ്ടാണ് പോകും. ഒന്ന് നോക്കൂ, അയ്യോ നമുക്ക് വേണ്ട വയ്യാവേലി, അങ്ങനെ പോവുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ ചിലരൊക്കെ സത്യമാണ്. എന്താ പറഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന് കുറെ പുലിവാലുകളൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടൊക്കെ ആവാം. എന്നാലും നമ്മുടെ ഒരു മനസ്സാക്ഷി ഇല്ലേ നമുക്ക്, എല്ലാത്തിനും അങ്ങനെ കണ്ടുപിടിച്ച് ചിലപ്പോൾ നമ്മുടെ ആ ഒരു നോട്ടം കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെടുകയാണെങ്കിലോ അല്ലേ, അങ്ങനെ വിചാരിക്കാമല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാണാത്ത മട്ടിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര ആൾക്കാരുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെടും അല്ലേ, അശ്രദ്ധ കൊണ്ട്. ഞാൻ ഒരു കഥയല്ല, ഒരു കാര്യം പറയാം. ഒരു ഓഫീസിൽ വലിയൊരു ജോലിയൊക്കെ ഉള്ള ഒരാൾ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വളരെ വേഗതയോടെ വീട്ടിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ട് ഒരു കുട്ടി ഈ കാറിൻ്റെ പിന്നാലെ ഓടി വന്നിട്ട് ഒരു കല്ല് പിടിച്ചിട്ടുണ്ട് കയ്യിൽ, ഒരു ഇഷ്ടിക കഷ്ണം പിടിച്ചിട്ട് ഓങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ ഈ കണ്ണാടിയിൽ ഇത് കണ്ടപ്പോ അയാൾ വിചാരിച്ചു, എന്തിനാണ് ഈ കുട്ടി എൻ്റെ കാറിൻ്റെ കൂടെ ഓടി വന്നിട്ട് കല്ല് പിടിച്ചത്, ഈ കുട്ടിയെ ഞാൻ എന്ത് ചെയ്തു, എന്തപ്പോ ഈ കുട്ടിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് ഈ കുട്ടി കല്ലുകൊണ്ട് എറിയലും കഴിഞ്ഞു. ഇയാൾ പോവല്ലേ, നിർത്തിയില്ലല്ലോ. അപ്പൊ ഈ കുട്ടി ആ കല്ലുകൊണ്ട് എറിഞ്ഞു. അപ്പൊ ഇയാൾ പെട്ടെന്ന് കാർ നിർത്തിയിട്ട് അതേ വേഗതയോടെ വന്നിട്ട് ആ കുട്ടിയെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. കുട്ടിയെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചെയ്തു, പക്ഷെ ഒരു പേടി. അപ്പൊ അതെ, കുട്ടിയെ കണ്ട പോലെ എനിക്കിപ്പോ. അപ്പൊ എന്താ നീ കാണിച്ചത്, എന്റെ വണ്ടിയിലേക്ക് എന്തിനാ നീ ഇഷ്ടികൊണ്ട് കല്ലുകൊണ്ട് എറിഞ്ഞത്, എന്താ നിനക്ക്, ഞാൻ നിന്നെ വല്ലതും ചെയ്തിട്ടുണ്ടോ, നീ ആരാണെന്ന് പോലും നിൽക്കുന്നില്ല, എന്താ കുട്ടി നീ എന്ത് സഭ്യത, എന്തായി പഠിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. അപ്പൊ ആ കുട്ടി വളരെ എന്താ പറയാ, വളരെ സാധു ആയിട്ട് നിന്നിട്ട് വളരെ ഒരു ക്ഷമാപണം നടത്തുന്ന രീതിയിൽ നിന്നിട്ട് പറയും, നിങ്ങൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്കിപ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവും. എന്താ പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ ഞാൻ കല്ലെറിഞ്ഞു, അതിൽ കല്ലെറിഞ്ഞിട്ട് ആ വണ്ടിക്കൊരു ഞെണുങ്ങലോ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അപ്പം നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ട ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാനിത് നീ എന്തിനാ ചെയ്തത് പിന്നെ ഇയാൾ ദേഷ്യത്തിൽ ചോദിക്കും. അപ്പോൾ പറയും, എൻ്റെ സഹോദരൻ ഒരു ബൈക്ക് ഇടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്, നന്നായി ചോര പോകുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് നിലവിളിച്ചു, ഒരു മനുഷ്യനും വണ്ടി നിർത്തിയില്ല. അപ്പം എനിക്ക് തോന്നിയതാണ്, ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിയുമ്പോൾ ആരായാലും വണ്ടി നിർത്തും.
അങ്ങനെ നിർത്തുമ്പോൾ ആ കല്ലെടുത്ത് എറിഞ്ഞ് ആ ദേഷ്യം ഉണ്ടെങ്കിലും കൂടി ആർക്കെങ്കിലും ഒരു ചെറിയ മനസാക്ഷി ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കല്ലോ എന്നുള്ള അതുകൊണ്ട് ഞാൻ എറിഞ്ഞതാണെന്ന് പറയും. അപ്പം ഇയാൾ ആകെ ആ ദേഷ്യം വന്നതൊക്കെ അയാൾക്ക് അവിടെ പെട്ടെന്ന് പോയി. എന്നിട്ട് പോയിട്ട് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ ചോര വാർന്ന് അയാൾ കിടക്കുക. അപ്പോൾ വേഗം അയാളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറേ പെട്ടെന്ന് ഇയാൾ കൊണ്ടുപോയത് കാരണം ആ ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇയാളുടെ മനസ്സിലൊരു വല്ലാത്തൊരു സന്തോഷം, എന്തോ ഒരു തൃപ്തി. അതായത് ഞാനിപ്പോൾ എന്താ ചെയ്തത്, ഞാൻ വേഗം ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക അല്ലേ. അത് എന്നും ഞാൻ ചെയ്യുന്നതാണല്ലോ. വീട്ടിലേക്ക് പോകണം, വീട്ടിൽ കുടുംബക്കാരായിട്ട് സംസാരിക്കുക, ചായ കുടിക്കുക, അങ്ങനെ ഇരിക്കുകയല്ലേ ഞാൻ ചെയ്യുക. ഇന്ന് ഞാൻ ചെയ്തൊരു മഹത്തരമായ കാര്യമാണ് ആ സംതൃപ്തി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കും ഞാൻ മൂലം അവർക്ക് ഇങ്ങനെ ഒരു ഉപകാരം കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഇത് എത്ര നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആലോചിച്ച് നോക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ അയാളാണ് അവർക്ക് ഉപകരിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് അവർ ദൈവമാണ് അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അയാളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. അന്ന് വീട്ടിൽ പോയിട്ടും അയാൾക്ക് എന്നില്ലാത്തൊരു ഒരു മനസ്സിന് ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയായിരിക്കും. പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ എന്താ ചെയ്തറിയോ, ഈ വണ്ടി അയാൾക്ക് റിപ്പയർ ചെയ്യാറില്ല. എന്താ ഞെളിങ്ങിയ കല്ലുകൊണ്ട് എറിഞ്ഞ ഞെളിങ്ങിയ ആ സ്ഥലല്ലേ, അത് അയാൾ ഒന്നും ചെയ്തില്ല. കാരണം അതെന്നും ഓർമ്മയിൽ നിൽക്കണം. നമ്മൾ എത്രയോ വേഗതയോടെ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് നമുക്ക് വീട്ടിലെത്തണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലെത്തണം, അങ്ങനെയുള്ള ഒരേ വിചാരത്തിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ വഴിമധ്യ എത്രയോ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, എത്രയോ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണ്ടി വരും. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിക്കും. അപ്പം നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ ഒന്ന് നിർത്തി അതെന്താണെന്നൊന്ന് അന്വേഷിക്കാം. അപ്പോൾ ഈ ഞെരുങ്ങിയ ഇത് കാണുമ്പോൾ എന്നും ഓർക്കണം പറഞ്ഞിട്ട് അയാൾ ആ വിലപിടിപ്പുള്ള വണ്ടി പോലും ആ ഞെരുങ്ങിയത് എന്നും അയാൾ അങ്ങനെ തന്നെ വെച്ചു, ആ ഓർമ്മയ്ക്ക് വേണ്ടി. അങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ ദൈവതുല്യനായി മാറാൻ വേണ്ടി ഒരു ചെറിയൊരു സംഭവം അവിടെ നടക്കേണ്ടി വന്നു. ഇതിൽ ഒരു മോറൽ ലെസൺ ഞാൻ മനസ്സിലാക്കിയത് എന്താ അറിയോ, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. പക്ഷെ ആ നന്മ നമുക്ക് തിരിച്ചറിയാൻ ദൈവം മൂടുന്ന ചെറിയൊരു കല്ലെടുത്തിടേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു വേദന നമുക്ക് സംഭവിക്കേണ്ടി വരും. നമ്മളൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇത്തിരി നന്മയുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ കുട്ടി ഒരു കല്ലെടുത്ത് തന്നില്ലേ, കല്ലെടുത്ത് എറിഞ്ഞില്ലേ, എറിഞ്ഞപ്പോഴല്ലേ ആ വണ്ടി നിന്നത്. അതുപോലെ നമ്മുടെ ജീവിത ഓട്ടം, ഇവിടെ സ്നേഹമില്ല, പരസ്പരം വിശ്വാസമില്ല, ആർക്കും നൽകാൻ സമയമില്ല. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ചെറിയ കല്ലെടുത്ത് ഒരു കല്ലെടുത്ത് ആ പയ്യനെറിഞ്ഞ പോലെ ദൈവം മോളുന്ന ചെറിയൊരു കല്ലെടുത്ത് നമ്മുടെ മുകളിലേക്ക് എറിയുമ്പോൾ ചെറിയൊരു വേദന നമുക്കുണ്ടാവില്ലേ. ആ വേദനയിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെവരാരാണ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആരോടും ആർക്കും വലിയ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് ഒരാൾക്ക് സുഖല്യണ്ടായി, വയ്യാണ്ടായി, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വിട്ട് പോയി എന്ന് കരുതിക്കോളും. ആ നിമിഷം നമ്മുടെ ജീവിതം ഒന്ന് സ്റ്റക്കാവും അല്ലേ. സ്റ്റക്കായി നമ്മളൊന്ന് ചിന്തിക്കും, സമയം കൊടുക്കാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സമയം കൊടുക്കാൻ മറന്നുപോയത് കൊണ്ട് ഇന്ന് അവൻ്റെ ഒപ്പം സമയം പങ്കിടാൻ എനിക്ക് സാധിച്ചില്ല. അപ്പം അങ്ങനെ വരണമെങ്കിൽ ചെറിയൊരു കല്ല് നമ്മുടെ മുകളിൽ വീണമെന്ന് പറയും പോലെ, ഈ കുഞ്ഞ് കുട്ടി ചെയ്ത പോലെ ദൈവം ഇടയ്ക്ക് ഒരു കല്ലെടുത്തിട്ട് മെല്ലെ നമ്മുടെ മണ്ടയ്ക്കൊന്ന് ഇട്ട് തരണം. ഇട്ട് തരുമ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് ഓർമ്മ വരും, എന്തോ എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന്. അതാണ് സ്നേഹം, മനസ്സിലായില്ലേ? അതാണ് കാരുണ്യം അല്ലേ. എന്നാണോ മനുഷ്യ ഹൃദയത്തിനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായി പോണത്, അന്ന് സത്യം പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള വാക്കിന് അർത്ഥമില്ലാത്തൊരു ശൂന്യതയായി പോകും. മനുഷ്യൻ എന്നുള്ള വാക്കിന് യഥാർത്ഥമായിട്ട് അർത്ഥം വരുന്നത് അപ്പോഴറിയാം, മനുഷ്യത്വം കൂടി കൂടുമ്പോഴാണ്. അല്ലാതെ ഇരുന്നാൽ മനുഷ്യൻ എന്നുള്ള വാക്കിന് എന്തർത്ഥമുള്ളത് അല്ലേ. നമ്മുടെ പോണു, നമ്മള് ഒന്നും ചെയ്യാണ്ട് നമ്മുടെ കാര്യം നോക്കി നമ്മൾ നടക്കുന്നു. അപ്പൊ നമുക്ക് എന്നും യാന്ത്രികമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ നടന്നു പോവല്ലേ. അപ്പൊ നമുക്കൊരിത് തോന്നില്ല. പക്ഷെ ആ മനുഷ്യന് തോന്നിയില്ലേ, ഞാൻ ചെയ്തൊരു കാര്യം നല്ലതാണെന്നുള്ള കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് ഓഫ് ചെയ്യും. ഇത് സൈഡ് ഡിഷായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇത് കൂട്ടിയിട്ട് ചോറില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു നമ്മളെന്തായാലും ഇപ്പം എന്തെങ്കിലും കൂട്ടുമല്ലോ, അതിൻ്റെ കൂടെ ഈ വഴുതനങ്ങ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കൂട്ടും. അപ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
കണ്ടിട്ടില്ലേ ഓരോ സ്ഥലത്ത് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും റോഡിൽ. പരസ്പരം ഒരു ബന്ധമില്ലാത്ത ഏതോ കുറച്ച് ആൾക്കാർ, അത് സത്യം പറയണമെങ്കിൽ വളരെ സാധാരണക്കാരായ ആൾക്കാർ, ചിലപ്പോൾ വല്ല ഡ്രൈവർമാരായിരിക്കും അല്ലെങ്കിൽ ചില യൂണിയൻകാരായിരിക്കും, അവരാണ് ഓടി അതന്നെ ഡ്രൈവർമാർ പറഞ്ഞാൽ എല്ലാം പെടും. ഓട്ടോപ്പിന് ഹെലികോപ്റ്റർ അല്ലല്ലോ, അത് കാരണം കൊണ്ട് അതൊക്കെ പെടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള സാധാരണയുള്ള മനുഷ്യന്മാരാണ് ഓടി വന്ന് ചില മനുഷ്യനെ സഹായിക്കണത്. പിന്നെ റെയറായിട്ടുണ്ട് ചിലർ വണ്ടിയൊക്കെ നിർത്തി ഓടിപ്പോയിട്ട് എന്താണെന്ന് ചോദിക്കും. പക്ഷെ പലരും നമുക്ക് എന്തിനാണ് റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഒന്നുണ്ട്. എവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു, എന്തിനു കണ്ടു, നിങ്ങളെവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ തുക കെട്ടിവെക്കാൻ പറയും. ഇതൊക്കെ ആലോചിച്ചിട്ട് പേടിച്ചിട്ട് പലരും ചെയ്യാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുറച്ച് സാധാരണക്കാരില്ലേ, ഇവരൊക്കെ കാണുമ്പോഴൊക്കെ എടുത്ത് ഓടിപ്പോണ സാധാരണക്കാർ, ഇവരും പോലും ഇല്ലാതെ ആയാൽ ശരിക്കും മനുഷ്യത്വം എന്നുള്ള പേരിന് അർത്ഥം ഉണ്ടാവും. മനുഷ്യൻ എന്താണ്? മനുഷ്യത്വം നിറഞ്ഞവനാണ് മനുഷ്യൻ. അതില്ലാണ്ട് പിന്നെ മനുഷ്യനെ മനുഷ്യൻ വിളിക്കാൻ പറ്റുമോ? ഇത്തിരി കാരുണ്യം, ഇത്തിരി സഹജീവിയോടൊരു സ്നേഹം, ഇതൊന്നും ഇല്ലാത്ത മനുഷ്യനെ എങ്ങനെയാണ് മനുഷ്യൻ വിളിക്കുക? അതെല്ലാം നിറഞ്ഞവനാണ് മനുഷ്യൻ. അപ്പോൾ ആ ഇത്തിരി നന്മയുള്ള മനസ്സുള്ള ആൾക്കാർ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ചെറിയ നന്മകളുടെ വിത്തുകൾ ഉണ്ടാവട്ടെ. എന്താ അറിയോ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ, അല്ലേ? അങ്ങനെ ആവട്ടെ മനുഷ്യൻ്റെ നന്മകളെന്നും. ഒരുപാട് ആപത്തുകളിലല്ല, ചെറിയ ആപത്തുകൾ കാണുമ്പോഴും നമ്മുടെ മനസ്സൊന്ന് ചെറുതായിട്ട് വേദനിച്ചില്ലെങ്കിൽ ആ മനസ്സിൻ്റെ സ്ഥലത്ത് ഒരു കരിങ്കല്ലാണ് ചങ്ങാതി എന്ന് പറയാം, അല്ലേ? അതാണ് സത്യം. ആ മനസ്സിൻ്റെ സ്ഥലത്ത് കരിങ്കല്ലാണ് ചങ്ങാതി, അങ്ങനെ ഒരു വാക്കിന് പറയാം. അപ്പോൾ കരിങ്കല്ലല്ല നമ്മളവിടെ വെക്കേണ്ടത്, നല്ല മിടുപ്പുള്ള ഹൃദയമാണ്, അവിടെ സ്നേഹം നിറച്ച് വെക്കണം, അല്ലേ? അപ്പോൾ വഴുതനങ്ങ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വഴുതനങ്ങ, ഇങ്ങനെ ഒരു കറി. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉടക്ക സ്രാവ് ഇറക്കും, പിന്നെ ഒരു മാങ്ങാ ചമ്മന്തി അരയ്ക്കും. ഇന്നിതാണ് സിമ്പിൾ ആൻഡ് ബെസ്റ്റ്, അല്ലേ? യെസ്. അപ്പോൾ സ്നേഹത്തോടെ എല്ലാവർക്കും നമ്മൾ എന്തെന്നെ വെച്ചാലും, ഇത് മാത്രമല്ല, ഞാൻ മാങ്ങാ ചമ്മന്തി ആയാലും തേങ്ങാ ചമ്മന്തി ആയാലും ഞങ്ങൾ വരുന്നോ? ഞങ്ങൾ വരുന്നല്ല, നിങ്ങൾ വരൂ. നിങ്ങളുടെ അമ്മയ്ക്ക് കണ്ട് സന്തോഷിക്കുകയും ചെയ്യാം, അമ്മേനെ നിങ്ങൾക്ക് കണ്ട് പേടിക്കുകയും ചെയ്യാം. അത് കാരണം കൊണ്ട് നിങ്ങൾ എന്തായാലും വരും. അപ്പോൾ സ്നേഹം കൊണ്ട് തന്നെ ഉപ്പേരിയും തോരനും കറിയൊക്കെ അല്ലേ വെക്കുക. അപ്പൊ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. അതന്നെ, സ്നേഹം കൊണ്ട് തരുന്ന എന്ത് ഭക്ഷണത്തിലും ദാഹം കൊണ്ട് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടേസ്റ്റാണ്. ഭയങ്കര ദാഹം വരുമ്പോഴല്ലേ വെള്ളത്തിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ ഒരുപാട് സ്നേഹമുള്ളവർ ചമ്മന്തി കൂട്ടി ഭക്ഷണം തന്നാലും അതിന് ഒരുപാട് ടേസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞ അപ്പം തന്നെ ഞാൻ തിരിച്ചെടുത്തു. എന്താ പറയുക, നമ്മുടെ ആ തലയാട്ടിൽ അത്ര ശരിയല്ല. അതുകൊണ്ട് അല്ലല്ല, അല്ല അമ്മ ഒരു 1.5 തലയാട്ടിലാട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ചമ്മന്തി അരച്ച് നിനക്ക് ഞാൻ തരാതെ വന്നിട്ടില്ല, മാട്ടിയ തല. എനിക്കത് മനസ്സിലായി കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.